ഹലോ. അപ്പോൾ സാറ്റർഡേ രാവിലെ എണീറ്റ് പണികളൊക്കെ തീർത്ത് നേരെ ജോക്കുണ്ട് സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് ഓടി. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത്. കാരണം പാരൻസ് രണ്ടുപേരും വേണം കുട്ടികളുടെ എപ്പോഴും മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ. രണ്ടുപേർക്ക് അതിൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ സെഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു കുറച്ച് ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങളൊരു 12-12:30 ആയപ്പോഴാണ് കഴിഞ്ഞത്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഉടനെ തന്നെ എന്നോട് ഒരൊറ്റ ചോദ്യം, എന്നാൽ നീ പിന്നെ ഡ്രൈവ് ചെയ്തു, വീട്ടിൽ തിരിച്ചെത്തണം എന്ന് ആഗ്രഹമില്ലേ എന്ന് ഞാൻ ചോദിച്ചുവെങ്കിലും ഞാൻ നേരെ കയറി കുറച്ച് ടച്ചൊക്കെ വിട്ടു. എന്നാലും ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ നോക്കിയില്ല. അതിനുശേഷം മുടി ഒന്ന് വെട്ടണം എന്ന് പറഞ്ഞു. ലേറ്റ് ആയെങ്കിലും വെട്ടേക്കാം എന്ന് പറഞ്ഞ് നേരെ മീ ആൻഡ് മീ സലൂണിലേക്ക് വിട്ടു. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് വെട്ടാറുണ്ട്. പക്ഷേ എന്താ പറയുക, എനിക്കിഷ്ടമാണ്, കുഴപ്പമില്ല. കുറച്ച് അത്യാവശ്യമായിട്ട് വെട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോയത്. അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എന്നോട് സ്റ്റൈലിസ്റ്റ് ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പുറകൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല ലെയർ പോലെ കിടക്കണം, എന്നാൽ കുറച്ച് വോളിയം തോന്നിക്കണം, ഫ്രണ്ടിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കരുത്, അങ്ങനെ കുറേ കണ്ടീഷൻസൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ഓക്കെ ഒക്കെ പറഞ്ഞു. നമുക്ക് അധികം ലെങ്ത് ഒന്നും കുറയ്ക്കാതെ കട്ട് ചെയ്യാം, സൈഡ് പാർട്ടീഷനൊക്കെ എങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ചു. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. മുടിയൊക്കെ വാഷ് ചെയ്തു. അങ്ങനെ എൻ്റെ മുടിയൊക്കെ വെട്ടാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് അതിൽ വരുമോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മുടിയാണ്, അന്ന് ലെങ്ത് ഒന്നും കുറയാൻ പാടില്ല. എന്നാൽ എപ്പോഴും നമ്മളുടെ മുഖത്തിന് എപ്പോഴും ഒരു ഹെയർ കട്ട് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് സെറ്റിംഗ് സ്റ്റേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒരുപാട് ലെങ്ത് ഒന്നും കുറച്ചിട്ടില്ല. ആൻഡ് ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഒരു 9 months മുന്നേ ബൊട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിരുന്നത് കൊണ്ട് ആ ഒരു കുറച്ച് സ്ട്രെയിറ്റ്നെസ്, ആ ഒരു സംഭവം എൻ്റെ മുടിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കംപ്ലീറ്റ് എൻ്റെ പഴയ ഹെയറിലോട്ട് വന്നിട്ടുണ്ടായില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ലെങ്ത് ഒട്ടും തന്നെ കുറയ്ക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഫേസിന് ഇണങ്ങുന്ന രീതിയിൽ എനിക്ക് ചെയ്തു തന്നായിരുന്നു. പിന്നെ ഈ കട്ടൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയുണ്ടെന്നപ്പോൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കറങ്ങിയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാക്ക് കിടക്കുന്നത് കാണാനായിട്ട്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.